ഹലോ ഗൈസ്, വെൽക്കം ടു ഗസ്റ്റ് മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് UI, അഥവാ യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് എന്നാണ് പടത്തിൻ്റെ പേര്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഇന്ത്യൻ റിയൽ സ്റ്റാർ ഉപേന്ദ്ര, രേഷ്മ നനയ, അവർ വേറെ പടത്തിൽ കണ്ടിട്ടുണ്ട്, രവിശങ്കർ, സത് ഗോകുല അച്യുത് കുമാർ എന്നിവരാണ് പടത്തിൽ പിന്നെ മുരളി ശർമ്മയുണ്ട്, പല മറന്നുപോയി. പടം എങ്ങനെയുണ്ടെന്ന് എനിക്കെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരുന്ന ഉപേന്ദ്രൻ തന്നെയാണ്. ഇനി എങ്ങനെയുണ്ടെന്ന് പറയാം. പടം ഇറ്റ്സ് ആവറേജ് മൂവി. വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ട് കണ്ടുകൊണ്ടിരിക്കാം, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. ഫസ്റ്റ് ഹാഫ് കുറിച്ച് പറയാനാണെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു 10-12 മിനിറ്റ്, മീൻസ് ഈ സ്റ്റോറിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10-12 മിനിറ്റ് എന്തോ ഉണ്ട്. അത് മുമ്പ് സ്റ്റോറിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ആവശ്യമില്ലാത്ത സീൻസ് ഉണ്ട്. അതൊക്കെ എന്തിനു കയറ്റി വെച്ചാന്ന് അയാൾക്ക് പോലും ഓർമ്മയില്ലെന്ന് തോന്നുന്നു. അതും സംഭവം എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ ഈ പടത്തിൻ്റെ ഉപേന്ദ്രയുടെ പടം ഇറങ്ങി. അപ്പോൾ ആൾക്കാർ കാണാൻ പോണ്. അപ്പോൾ ചിലവരാണെങ്കിൽ വാൻ ചെയ്യണമെന്ന് പറയണം, ചിലവർ അതിനെ കൊണ്ടാടണം, മീൻസ് ആഘോഷിക്കണം. ചിലന്മാർക്ക് ഫോക്കസ് കയറിയിട്ട് എന്തൊക്കെയോ കൂടത്തരം കാണിക്കുന്നുണ്ട്. എന്താ അതെടുത്ത് പറയാം. ഒരുത്തന് ഫോക്കസ് കയറിയെന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ മീൻസ് ഒരു ഗുണ്ട എന്നാണ് പറയണത്. അങ്ങനെ അയാളുടെ എല്ലാ സാധനങ്ങളും അയാളുടെ ആൾക്കാർക്ക് കൊടുക്കും. എന്നിട്ട് അയാളുടെ കൂടെയുള്ള ഒരാളോട് പറയും, എനിക്ക് എന്താ പറയണ ഇഷ്ടമല്ല, എനിക്ക് ചേച്ചി തന്നെ അവിടെയാണ്, കള്ളം പറയണ്ട്, നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അയാൾ സന്യാസത്തിന് പോകും. പിന്നെ വേറൊരിടത്തൻ ഒരു കപ്പിളിന് പോയി വാക്ക കയറിയിട്ട് ഡിവോഴ്സാകും. പിന്നെ വേറൊരു ലെസ്ബിയൻ കപ്പിളിന് വാക്ക കയറിയിട്ട് അവർ അവരുടെ പ്രണയം തുറന്നു പറയും, അല്ലെങ്കിൽ സ്റ്റഡിയാണ്. അതൊക്കെയാണ് ഈ പടത്തിൻ്റെ. അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ അവസ്ഥ, എൻ്റെ പൊന്നോ, സഹിക്കുന്നതിനപ്പുറമാണോ കേട്ടോ. അപ്പം എന്നെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മുരളി ശർമ്മ പടം കണ്ടിട്ട് അങ്ങേർക്ക് ഒരു തേങ്ങ മനസ്സിലായില്ല. അപ്പം അങ്ങേരാണെങ്കിൽ ഉപേന്ദ്രയുടെ വീട്ടിലില്ല. അപ്പോൾ ഉപേന്ദ്ര അവിടെ വീട്ടിലില്ല. അപ്പോൾ അയാളൊന്ന് വീട്ടിൽ, അപ്പോൾ വീട് വാതിൽ തുറന്ന് നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബുക്ക് കിട്ടുമ്പോൾ അതെടുത്ത് അത് ഫുള്ള് കറിഞ്ഞിരിക്കുകയാണ്. അല്ലെ ആ UI എന്ന് മാത്രം കാണാം. അപ്പോഴാണ് ഈ പടത്തെ സ്റ്റോറിയിലോട്ട് കിടക്കുന്നത്. അത് സ്റ്റോറിയിലോട്ട് കിടക്കുമ്പോൾ അതന്നെ ഇവിടെ ഒരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്ത് കാണിച്ചാന്ന് എനിക്ക് മനസ്സിലായില്ല. മീൻസ് മറ്റേ ഒരു ചരിത്രമുണ്ട്. മീൻസ് ആദം നബിയോട് ഹവ്വ ബീവിയോടും ദൈവം ഒരു കഴിക്കാൻ പാടില്ലാത്തൊരു ഒരു ഫലം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് അവർ ഞങ്ങളെന്തിനാ കഴിക്കാതിരിക്കണമെന്ന് വിചാരിച്ചിട്ട് അവർ കഴിക്കുന്നു. പിന്നെ അത് കാരണം സ്വർഗത്തിൽ നിന്ന് അവർ ഭൂമിയിലോട്ട് ട്രാൻസ്ഫറായി, അങ്ങനെ ഭൂമിയിലോട്ട് ശിക്ഷയായിട്ട് ഭൂമിയിലോട്ട് വിട്ടു എന്നതായിട്ടാണ് കാണിച്ചിരിക്കണം. അങ്ങനൊരു ചരിത്രമുണ്ട്. അത് ഇതിൽ കാണിച്ചിട്ടുണ്ട്, വിഷ്വലൈസായിട്ട് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഓക്കെയാണ്. പിന്നീട് ഡിസ്റ്റോപ്യൻ ഇതായിട്ടാണ് കാണിച്ചിരിക്കണത്. ഡിസ്റ്റോപ്യൻ വേൾഡ്. അവിടെ രവിശങ്കർ ഓളയാണ്, മീൻസ് ആദ്യം പോക്കറ്റ് അടി കയറ്റാനായിരിക്കും. പിന്നീട് അങ്ങനെ എങ്ങനെയൊക്കെയോ MLA ആവും, പിന്നെ മന്ത്രിയാവും. പിന്നെ ഒരുത്തനുണ്ട്, ഒരുത്തൻ മറ്റേ ഞാനാണ് ദൈവം, ഞാൻ ഒന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ നടക്കുന്നു. അവനാണെങ്കിൽ അവിടുത്തെ വലിയ ഇതാവും, മന്ത്രവാദിയാവും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇൻസിഡൻറ്റ് ക്യാരക്ടേഴ്സ്, മീൻസ് സിനിമയ്ക്കുള്ളിലുള്ള സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെടണം. പറയാൻ പറഞ്ഞു, ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഇതിൽ
രണ്ട് ഉപേന്ദ്രനുണ്ട്. ഒന്ന് സത്യ എന്ന് പറയുന്ന ക്യാരക്ടറും പിന്നെ കൽക്കി എന്ന് പറയുന്ന ക്യാരക്ടറും. സത്യ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സത്യമേവ ജയതേ മറ്റേ അഹിംസ അങ്ങനത്തെ ഒരാൾ. മീൻസ് ഒരു പാവപ്പെട്ടവൻ, നല്ലവൻ എന്നൊക്കെ പറയാം. നന്മരെന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒരാൾ കൽക്കി എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. അങ്ങേര് കട്ട ഒരു 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 ചെകുത്താന പോലെയാണ്. മീൻസ് അയാൾ ദൈവമെന്നും പറഞ്ഞ് നടക്കും. എന്നിട്ട് ആൾക്കാർ പറ്റിക്കും. അതാണ് അയാളുടെ പണി. അങ്ങനെ ഒരു ക്യാരക്ടർ. അതിൽ എനിക്ക് സത്യ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ. അതൊരു നല്ല പോസിറ്റീവാണ്. പക്ഷെ കൽക്കി എന്ന് പറയുന്ന ക്യാരക്ടർ അത് ഉപേന്ദ്ര എന്ന് അഭിനയിക്കാൻ അങ്ങേർക്ക് എങ്ങനെ മനസ്സെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കിച്ചാ സുദീപൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ് അങ്ങേര് ചെയ്തിരിക്കുന്നത്. അത് കിച്ചാ സുദീപിടെ ഇത് ഉപേന്ദ്രടാ. അത് കിച്ചാ സുദീപിനോട് കയറുന്നിട്ട് അത് എനിക്കങ്ങനെ ഒരു ഫീൽ ചെയ്ത്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നത് നമ്മൾ പറയാം. എനിക്ക് ആ കൽക്കി എന്ന് പറയുന്ന ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടില്ല. മീൻസ് അങ്ങേര് കാണിക്കണ ഒരു ക്രിഞ്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ സത്യ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പ്രണയിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ രേഷ്മ ഗാനയ്യ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കാണിച്ചിട്ടുണ്ട്. അവരിനിപ്പോൾ കേട്ടിട്ട് എവിടെയെങ്കിലും നായികനാണ് കേട്ടത്. അപ്പോൾ ആരെന്തോടെ ഇവിടെയുള്ളൊരു പേരുണ്ട്. അപ്പോൾ തന്നൊരു പാട്ട് വരുന്നുണ്ടോ, ട്രോൾ സോങ് എന്ന് പറഞ്ഞൊരു പാട്ട് വരും. അത് കേട്ട് എൻ്റെ പൊന്നെ പൊളിഞ്ഞ് കയറും. ആ പാട്ട് കേൾക്കുമ്പോൾ അതൊരു പൊളിഞ്ഞ് കയറി. നിങ്ങൾക്ക് എങ്ങനെ എന്തായിരുന്നു അവസ്ഥ എന്നൊന്ന് പറയണം. അങ്ങനെയൊക്കെ ഫസ്റ്റ് ഹാഫ് കഴിയണതിന് മുമ്പായിട്ട് ഇയാളെ സത്യ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പൂട്ടിയിടും. എന്നിട്ട് അയാളുടെ അവിടെ വിലസും കലിക്കുന്ന ക്യാരക്ടർ അകലെ പറ്റിച്ച്. പിന്നീട് അങ്ങനെയൊക്കെയാണ് അത് ഫസ്റ്റ് ഹാഫിൽ അയാൾ സത്യം എന്ന് പറയുന്ന ക്യാരക്ടറിന് അത് എന്നാൽ അവിടെ ഫസ്റ്റ് ഹാഫ് തീരെയാണ്. സെക്കൻഡ് ഹാഫിൽ ഇയാൾ വിലസാണ് കലക്കി. മറ്റേ സത്യമാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതൊന്നും നടക്കില്ല. അവസാനം രക്ഷപ്പെടും. പക്ഷെ ആൾക്കാർ കയറി കൊല്ലും, കല്ലെടുത്ത് എറിഞ്ഞ് കൊല്ലും. കഷ്ടമുണ്ട് അവന്. എന്നിട്ട് അവസാനം KGF ഗണപതിൻ്റെ സീൻ നെയ്തെടുക്കുക പിടിച്ചുണ്ട്. എന്നിട്ട് ഉപേന്ദ്രനെ മീൻസ് കളിക്കുന്ന ക്യാരക്ടർ ആണെങ്കിൽ അവിടെ എല്ലാ പാവപ്പെട്ടെതിരെ നിന്ന് എല്ലാവരും വെടിവെച്ച് കൊല്ലും. അവിടെ കൈതിയിലെ കണ്ണും കൊണ്ട് വെടിവെച്ച് കൊല്ലും. അതവിടെ പടം തീരും. അതുകൊണ്ട് ഈ ക്ലൈമാക്സ് കാരണം ശരിക്കുള്ള ഉപേന്ദ്ര വന്ന് അത് കത്തിച്ച് കളഞ്ഞെന്നാണ് പറയണത്. അപ്പോൾ ഇത് വായിച്ചുകൊണ്ടിരുന്ന മുരളി ശർമ്മ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. എന്നിട്ട് വണ്ടിയിൽ നിന്ന് പറയാനൊരു തെണ്ടിത്തരമുണ്ട്. എൻ്റെ പിന്നെ ഞാൻ ഈ പടം വന്നോളി കാണാൻ പോവാണ്. പിന്നെ വേറെ സംഭവം ഉണ്ട്. എന്താ ഇത് കത്തിച്ച് കളയുമ്പോൾ അയാൾ ഈ സിനിമയാക്കൂല. ഇത് വേറെ സിനിമ UI എന്ന് പറഞ്ഞ പേരിലിടും. പിന്നെ ഈ പടത്തിൽ വേറെ വിറ്റുകളൊക്കെയാണ്. അയാൾ പടം സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് ഹാഫ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വിഷ്വൽസ് വൈസ് സൂപ്പർ ആയിട്ടുള്ള സിനിമയാണ്. എനിക്കെന്താ പറയാനുള്ളത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ആവറേജ് സിനിമയാണ്. ഒരു വിഷ്വൽസിന് വൈസ് കാണുകയാണെങ്കിൽ നല്ല വിഷ്വൽസ് ഉള്ള സിനിമ എന്ന് വിചാരിച്ച് കാണുകയാണെങ്കിൽ ഇറ്റ്സ് വിൽ ബി ഗുഡ്. അല്ലാത്ത പക്ഷം കാണരുത്. വിഷ്വൽസ് മാത്രമാണെങ്കിൽ ഫസ്റ്റ് ഇപ്പം വിഷ്വൽസ് വൈസും നല്ലൊരു സിനിമയാണ് ഓവറോൾ. അല്ലാതെ ഇപ്പം സത്യം എന്ന് പറയുന്ന ക്യാരക്ടർ കണ്ടുകൊണ്ടിരിക്കുക. മീൻസ് അത് ആ ഒരു ക്യാരക്ടർ നല്ലതാണ്. ബാക്കി എല്ലാവരും ശോകമായിട്ടാണ് ചെയ്യണത്. പിന്നെ എനിക്ക് ഉപേന്ദ്രനോട് പറയാനുള്ളത്, ഞാൻ വീണ്ടും പറയണമെങ്കിൽ കൽക്കി എന്ന് പറയുന്ന ക്യാരക്ടർ ചെറുതിനോട് തുടരുന്നു എന്നാണ് എനിക്ക് വീണ്ടും ചോദിക്കാൻ തോന്നി. അതെന്താ പാസ്റ്റ് ഈസ് ഫസ്റ്റ് എന്ന് വിചാരിക്കുക. എന്താ ഈ പടം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാണുക. ഞാൻ പറയുക, ഞാൻ ഇന്നലെ കണ്ടത്. പക്ഷേ ഇന്നലെ കണ്ടിട്ട് എന്തോ 11 മണിക്കെന്തോ കാണാൻ തുടങ്ങിയത്. രാവിലെ 1:30ക്കാണ് കണ്ടു തീർത്തത്. എന്നിട്ട് റിവ്യൂ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത്. നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ബെല്ലൈക്കണിൽ ഓടെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ വസ്കസ്. പിന്നെ ഒരു കാര്യം, എൻ്റെ ഒക്കെ ചെയ്തിരിക്കുന്നത് അജിനീഷ് ലോകനാഥാണ്. പാട്ട് ട്രോൾ സോങ് ഒഴികെ ബാക്കി എല്ലാ പാട്ടും കൊള്ളാം, കൊള്ളാം.